എന്നോട് പറഞ്ഞ അടുത്ത ദൈവശബ്ദം, രാജ്യങ്ങൾ ഇനി നേരിടാൻ പോകുന്ന അടുത്തൊരു കാര്യം, വചനം പറയുന്നു, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ഇത് സംഭവിക്കാൻ പോകുന്നു. വലിയ കലാപങ്ങൾ ഉണ്ടാകാൻ പോകും. വലിയ കലാപം ഉണ്ടാകാൻ പോകും. കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക, ക്രമസമാധാനം നഷ്ടപ്പെടാതിരിക്കാൻ, നിയമങ്ങൾക്കോ പോലീസ് അധികാരികൾക്കോ ഒന്നും നിയന്ത്രിക്കപ്പെടാൻ പറ്റാത്ത കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടാൻ പോകുന്നു. ഇന്ത്യയിൽ അതുണ്ടാകാൻ പോകുന്നു. മറ്റ് രാജ്യങ്ങളിൽ ഇതുണ്ടാകാൻ പോകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പണ്ട് നടന്നതുപോലെയുള്ള കലാപങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കട്ടെ. അതിൻ്റെ ആസൂത്രണം നടത്തുന്ന മനുഷ്യൻ്റെ ഉള്ളത്തോട് പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. അവർക്ക് മാനസാന്തരതയും കൊടുക്കട്ടെ. നിരവധി പേർ, ആയിരക്കണക്കിന് ജനങ്ങൾ മരിക്കുന്ന, നൂറുകണക്കിന് ജനങ്ങൾ മരിക്കുന്ന കലാപങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ദൈവവചനമാണ്. പ്രാർത്ഥിക്കുക, അതിൻ്റെ തീവ്രത കുറയട്ടെ. സ്വർഗം രാജ്യങ്ങളോട് കരുണ കാണിക്കട്ടെ. നമ്മുടെ ഭാരതത്തോട് കരുണ കാണിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. വൻ കലാപത്തിന് വഴിയൊരുക്കിയ സമൂഹ മാധ്യമ വിലക്ക് പിൻവലിച്ച നേപ്പാൾ സർക്കാർ. ജൻസി പ്രക്ഷോഭം ആളിപ്പടർന്നതോടെയാണ് തീരുമാനം. പ്രക്ഷോഭത്തെ തുടർന്നുണ്ടായ കലാപത്തിൽ 19 പേർ കൊല്ലപ്പെടുകയും 300-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. വിശദാംശങ്ങളുമായി ജിതിൻ ചന്ദ്രൻ ചേരുന്നു. ജിതിൻ, 3 ദിവസം മുൻപാണ് ഫേസ്ബുക്കും എക്സും ഉൾപ്പെടെ 26 സമൂഹ മാധ്യമങ്ങൾക്ക് നേപ്പാൾ സർക്കാർ വിലക്കേർപ്പെടുത്തിയത്. പിന്നീട് കണ്ടത് നേപ്പാൾ അതീവ പ്രക്ഷുബ്ധമാകുന്ന ഒരു ഘട്ടത്തിലേക്കായിരുന്നു. നിരവധി പേർക്ക് പരിക്കേൽക്കുന്നു, അതിലേറെ പേർ കൊല്ലപ്പെടുന്നു. ഈ ഒരു അടിയന്തര ഘട്ടത്തിലാണോ ഇപ്പോൾ മന്ത്രിസഭാ യോഗം ചേർന്ന് സമൂഹ മാധ്യമ വിലക്ക് പിൻവലിക്കാൻ തീരുമാനമായത്? യുവാക്കളുടെ പ്രതിഷേധത്തെ തുടർന്ന് പ്രധാനമന്ത്രിയും പ്രസിഡന്റും രാജിവെച്ച നേപ്പാളിൽ ജനക്കൂട്ടത്തിന്റെ അഴിഞ്ഞാട്ടം. ധനമന്ത്രി വിഷ്ണു പ്രസാദ് പൗദലിനെ സമരക്കാർ തെരുവിലൂടെ ഓടിച്ചു. മുൻ പ്രധാനമന്ത്രി ജലനാഥ് ഖനലിന്റെ ഭാര്യ രാജലക്ഷ്മി ചിത്രകാറിനെ സമരക്കാർ ജീവനോടെ ചുട്ടുകൊന്നുവെന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. കാഠ്മണ്ഡുവിനടുത്ത ദല്ലുവിലെ ഇവരുടെ വീടിന് ജനക്കൂട്ടം തീയിട്ട വേളയിൽ വീടിനകത്ത് കുടുങ്ങിപ്പോവുകയായിരുന്നു ഇവർ. സോഷ്യൽ മീഡിയ നിരോധനം, അഴിമതി എന്നിവയ്ക്കെതിരെ തെരുവിലിറങ്ങിയ കൗമാരക്കാരുടെ കൂട്ടം വലിയ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്യുകയായിരുന്നു. ഇതോടെ സമരം രാജ്യവ്യാപകമായി. തലസ്ഥാനമായ കാഠ്മണ്ഡുവിലാണ് സമരം ശക്തമായത്. ഇവിടെ സുപ്രീം കോടതി മന്ദിരം, പാർലമെന്റ് മന്ദിരം, പ്രധാനമന്ത്രിയുടെ വസതി എന്നിവയ്ക്കെല്ലാം സമരക്കാർ തീയിട്ടു. സമരക്കാരെ നേരിടാൻ പല ഭാഗങ്ങളിലും വെടിവെപ്പുണ്ടായി. 22 പേർ മരിച്ചുവെന്നാണ് ഇതുവരെയുള്ള വിവരം. മന്ത്രിമാരുടെയും ബന്ധുക്കളുടെയും കുത്തഴിഞ്ഞ ഇടപാടുകളും അഴിമതിയുമാണ് ജനങ്ങളെ കൂടുതൽ പ്രകോപിതരാക്കിയതെന്നാണ് റിപ്പോർട്ടുകൾ. മന്ത്രിമാരെ തെരുവിൽ ജനങ്ങൾ കൈകാര്യം ചെയ്യുന്ന വീഡിയോ പുറത്തുവന്നത് ഇതിന്റെ തെളിവാണ്. ധനമന്ത്രി ഓടുന്നതും അതിനിടെ ഒരാൾ ചവിട്ടി വീഴ്ത്തുന്നതും മറ്റു ചിലർ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതുമാണ് പ്രചരിക്കുന്ന വീഡിയോകളിലുള്ളത്. മുൻ പ്രധാനമന്ത്രിയും നേപ്പാളി കോൺഗ്രസ് പ്രസിഡന്റുമായ ഷേർ ബഹബാദൂർ ദിയൂബ, ഭാര്യയും നിലവിലെ വിദേശകാര്യമന്ത്രിയുമായ അർജു റാണ ദിയൂബ എന്നിവരെ അവരുടെ വീട്ടിൽ നിന്ന് ജനങ്ങൾ പിടികൂടി മർദ്ദിച്ചു. പരിക്കേറ്റ ഇവരുടെ വീഡിയോയും പ്രചരിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി KP ശർമ്മ ഒലി, പ്രസിഡന്റ് രാംചന്ദ്ര പൗദൽ എന്നിവരും നിരവധി മന്ത്രിമാരും രാജി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാവരും ശാന്തരാകണമെന്ന് സൈന്യം ആവശ്യപ്പെട്ടു. മന്ത്രിമാരെ പലരെയും രക്ഷപ്പെടാൻ സൈന്യം സഹായിക്കുന്നുണ്ട്. മന്ത്രിമാരുടെയും പ്രധാനമന്ത്രിയുടെയും വസതികൾ സമരക്കാർ കൊള്ളയടിച്ചു. ശനിയാഴ്ച തുടങ്ങിയ പ്രക്ഷോഭം 2 ദിവസം നീളുമ്പോൾ നിയന്ത്രിക്കാനാകാതെ സർക്കാർ സംവിധാനം പൂർണ്ണമായി തകരുന്ന കാഴ്ചയാണ് നേപ്പാളിൽ കാണുന്നത്. സോഷ്യൽ മീഡിയ രാജ്യവ്യാപകമായി നിരോധിച്ചതിനെതിരെയാണ് പ്രതിഷേധം തുടങ്ങിവെച്ചത്. സമരം ശക്തമായതോടെ തിങ്കളാഴ്ച രാത്രിയോടെ നിരോധനം സർക്കാർ പിൻവലിച്ചു. എന്നാൽ സമരം അവസാനിപ്പിക്കാൻ ജനങ്ങൾ തയ്യാറായില്ല. രാജിവെച്ച പ്രധാനമന്ത്രി ദുബായിലേക്ക് കടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യയുമായി അദ്ദേഹം അത്ര നല്ല ബന്ധം സൂക്ഷിക്കുന്നില്ല. ഇന്ത്യ എല്ലാ വിമാനങ്ങളും റദ്ദാക്കി ജാഗ്രത ശക്തമാക്കി. പാർലമെന്റ് പിരിച്ചുവിടണം, സമരക്കാരെ കൊലപ്പെടുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം, തങ്ങൾ നിർദ്ദേശിക്കുന്നവരെ ഉൾപ്പെടുത്തി ഇടക്കാല സർക്കാർ വേണം, രാഷ്ട്രീയ സംവിധാനം ഉടച്ചുവാർക്കണം, നേരത്തെ പൊതുതെരഞ്ഞെടുപ്പ് നടത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ കൂടി സമരക്കാർ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് സമരത്തിന്റെ പര്യവസാനമെന്ന് വരും ദിവസങ്ങൾ. നേപ്പാളിനെ ഇളക്കിമറിച്ച സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിനൊടുവിൽ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയും പ്രസിഡന്റ് രാംചന്ദ്ര പൗഡേലും രാജിവെച്ചു.
ഇരുവരും സൈന്യത്തിന്റെ സുരക്ഷിത കേന്ദ്രത്തിലാണ് എന്നാണ് റിപ്പോർട്ട്. നേപ്പാളിന്റെ ഭരണ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തു. സമരക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സൈനിക വക്താവ് അറിയിച്ചു. ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം എന്നിവയുൾപ്പെടെ 26 സാമൂഹ്യ മാധ്യമങ്ങൾ നിരോധിച്ച സർക്കാർ നടപടിക്കെതിരെ തുടങ്ങിയ യുവാക്കളുടെ പ്രക്ഷോഭം സർക്കാരിന്റെ അഴിമതിക്കും ദുർഭരണത്തിനുമെതിരായ ബഹുജന പ്രക്ഷോഭമായി മാറുകയായിരുന്നു. സമരം തണുപ്പിക്കാൻ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിരോധനം ഇന്നലെ രാത്രി പിൻവലിച്ചെങ്കിലും പ്രക്ഷോഭത്തിൽ നിന്ന് സമരക്കാർ പിന്മാറിയില്ല. പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയുടെ രാജിക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭം കലാപമായി മാറി. പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും മന്ത്രിമാരുടെയും വസതികളടക്കം പ്രക്ഷോഭകർ അഗ്നിക്കിരയാക്കി. പാർലമെന്റ് മന്ദിരവും സുപ്രീം കോടതിയും ആക്രമിച്ച് തകർത്തു. മുൻ പ്രധാനമന്ത്രി ഷർ ബഹാദൂർ ദുബെയെയും കുടുംബത്തെയും പ്രതിഷേധക്കാർ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി ആക്രമിച്ചു. ധനമന്ത്രി വിഷ്ണു പ്രസാദിനെ പ്രതിഷേധക്കാർ തെരുവിൽ മർദ്ദിച്ചു. സൈന്യത്തിനും പോലീസിനും പ്രക്ഷോഭകരെ നിയന്ത്രിക്കാനായില്ല. പ്രതിഷേധം കാഠ്മണ്ഡുവിൽ നിന്ന് മറ്റ് നഗരങ്ങളിലേക്കും വ്യാപിച്ചു. ഇതോടെ ഗത്യന്തരമില്ലാതെ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി രാജിവെച്ചു. ജൻസി വിപ്ലവം എന്ന പേരിൽ ഇന്നലെ ആരംഭിച്ച യുവാക്കളുടെ പ്രക്ഷോഭം സുരക്ഷാസേന അടിച്ചമർത്താൻ തുടങ്ങിയതോടെയാണ് അക്രമാസക്തമായത്. സംഘർഷത്തിൽ 19 പേർ കൊല്ലപ്പെട്ടിരുന്നു. 347 പേർക്ക് പരിക്കേറ്റു. ന്യൂസ് ഡെസ്ക് 24. ആളിക്കത്തിയ ജൻസി പ്രക്ഷോഭത്തെ തുടർന്ന് രാജിവെച്ച് നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി രാജിക്കത്ത് കൈമാറിയതിന് പിന്നാലെ ഒലി രാജ്യം വിട്ടു. 2 ദിവസമായി തുടരുന്ന പ്രക്ഷോഭത്തിനിടെ പാർലമെന്റ് മന്ദിരത്തിനും പ്രധാനമന്ത്രിയുടേത് ഉൾപ്പെടെയുള്ള വസതികൾക്കും പ്രക്ഷോഭകർ തീയിട്ടു. ബാലേന്ദ്ര ഷാ ഇടക്കാല പ്രധാനമന്ത്രിയായേക്കും. സാമൂഹിക മാധ്യമങ്ങളുടെ നിരോധനത്തെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട ജൻസി പ്രക്ഷോഭത്തിൽ പുകഞ്ഞു കത്തുകയാണ് നേപ്പാൾ. നിരോധനം പിൻവലിച്ചെങ്കിലും തലസ്ഥാനമായ കാഠ്മണ്ഡു അടക്കമുള്ള പ്രദേശങ്ങളിൽ പ്രക്ഷോഭം രക്തരൂക്ഷിതമാണ്. പട്ടാള വെടിവെപ്പിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതോടെ പ്രക്ഷോഭകാരികളുടെ കണ്ണിലെ കരടായി മാറിയ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി ഗത്യന്തരമില്ലാതെ രാജിവെച്ചു. പ്രക്ഷോഭകാരികളുടെ ആവശ്യത്തിന് പിന്നാലെ സൈന്യവും സമ്മർദ്ദം ശക്തമാക്കിയതോടെയാണ് രാജി. രാജ്യത്തുണ്ടായ പ്രതിസന്ധിക്ക് ഭരണഘടനാപരമായി പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് രാജിയെന്ന് ഒലി അവകാശപ്പെട്ടു. രാജിവെച്ചതിന് പിന്നാലെ KP ഒലി കാഠ്മണ്ഡു വിട്ടു. ഗൾഫ് രാജ്യത്തേക്ക് കടന്നുവെന്നാണ് സൂചന. നേരത്തെ പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും നിരവധി മന്ത്രിമാരുടെയും വസതികൾ പ്രക്ഷോഭകാരികൾ തീയിട്ട് നശിപ്പിച്ചിരുന്നു. പാർലമെന്റ് മന്ദിരവും ആക്രമിക്കപ്പെട്ടു. മുൻ പ്രധാനമന്ത്രി ഷേർ ബഹദൂർ ദേവുബെയും ഭാര്യയെയും വസതിയിൽ കയറി പ്രക്ഷോഭകാരികൾ ആക്രമിച്ചു. ധനമന്ത്രി പൗഡേലിനെയും കുടുംബത്തെയും തെരുവിലൂടെ ഓടിച്ചിട്ട് തല്ലി. സുരക്ഷ കണക്കിലെടുത്ത കാഠ്മണ്ഡു വിമാനത്താവളം അടച്ചു. KP ശർമ്മ ഒലി രാജിവെച്ചതോടെ നേപ്പാളിൽ ബാലേന്ദ്ര ഷാ ഇടക്കാല പ്രധാനമന്ത്രിയായേക്കും. ജൻസി പ്രക്ഷോഭകാരികളുടെ പിന്തുണയുള്ള ബാലേന്ദ്ര ഷാ കാഠ്മണ്ഡു മേയറും അറിയപ്പെടുന്ന റാപ്പറും സിവിൽ എഞ്ചിനീയറുമാണ്. ഒരു പാർട്ടിയുടെയും പിന്തുണയില്ലാതെ രാഷ്ട്രീയത്തിലെത്തിയ ബാലേന്ദ്ര അഴിമതി വിരുദ്ധ പോരാട്ടത്തിലൂടെ ശ്രദ്ധേയനായി. അതേസമയം പട്ടാള അട്ടിമറിക്കും സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്റർനാഷണൽ ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.